ചൈനയിൽ നൂറുകണക്കിന് ഭാഷകളുണ്ട്. പക്ഷേ 92% പൗരന്മാരും സംസാരിക്കുന്നത് ഹെന്യു എന്നറിയപ്പെടുന്ന ചൈനീസ് ഭാഷയുടെ വിവിധ രൂപങ്ങളാണ്. പ്രാദേശികമായ വകഭേദങ്ങളാണെങ്കിലും ലിപിക്കും അർത്ഥത്തിനുമൊക്കെ സമാനതകളുണ്ട്. അവിടെ പരസ്പരം മനസ്സിലാക്കാതെ പോകുന്നില്ല എന്നതാണ് അർത്ഥം. ജാപ്പനീസും ഏറെക്കുറെ സമാനമാണ്. ദക്ഷിണ കൊറിയയിൽ സ്വന്തം ഭാഷയ്ക്കൊപ്പം ഇംഗ്ലീഷ് കൂടി പ്രചാരത്തിലാകാൻ കാരണമുണ്ടായിരുന്നു. 1,00,000-ഓളം വരുന്ന അമേരിക്കൻ പട്ടാളക്കാരുടെ സ്ഥിരവാസം. പക്ഷേ ഇന്ത്യയുടെ കാര്യം ഇതിൽ നിന്നെല്ലാം ഭിന്നമാണ്. ദക്ഷിണേന്ത്യയിലെ ഭാഷകൾ തന്നെ എടുത്താലും ലിപിയിലും സംസാരത്തിലും ഒക്കെ അജഗജാന്തര വ്യത്യാസമുണ്ട്. കന്നഡ മനസ്സിലാക്കാൻ കഴിയുന്ന മലയാളികളും മലയാളം മനസ്സിലാകുന്ന കന്നഡകരും വളരെ കുറവാണ്. മലയാളികൾക്ക് തമിഴ് കുറെ മനസ്സിലാകുമെങ്കിലും ലിപി വായിക്കാനാകില്ല. തെലുങ്കിലേക്ക് വന്നാലും ഇതുതന്നെയാണ് സ്ഥിതി. ഈ 4 ഭാഷകൾക്കും ഹിന്ദിയുമായി കാര്യമായ ബന്ധമൊന്നുമില്ലതാനും. സംസ്കൃതത്തിൽ നിന്നും ഹിന്ദിയിൽ നിന്നും വാക്കുകൾ ആവേശിച്ചിട്ടുണ്ടെങ്കിലും ഭാഷ തീർത്തും ഭിന്നമാണ്. ഈ നാടുകളിലൊക്കെ ഇംഗ്ലീഷ് ഒഴിവാക്കിയാൽ പിന്നെ എങ്ങനെ പരസ്പര ബന്ധം സാധ്യമാകും? ഇംഗ്ലീഷ് പറയുന്നവരെ നാണം കെടുത്താൻ തുടങ്ങിയാൽ പിന്നെങ്ങനെ അതിജീവനം സാധ്യമാകും?